എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അണ്ണനും ഞാനും ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കൂടെ കിച്ചപ്പൻ അവിടെ കെടുക്കാട്ടോ, അബോധാവസ്ഥയിൽ കെടുക്കുകയാണ്. നന്നായി ഫുഡൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മത്താവും. അങ്ങനെ മത്താവുമ്പോൾ അവൻ കെടുക്കുകയാണ്. ഇവന് ഫുഡ് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് മത്താവും, ഇവന് എല്ലിന് കുത്തും. ആ പരിപാടിയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഉച്ചക്ക് തിന്നതിന്റെ എല്ലിന് കുത്തലാണ് ഇപ്പൊ കാണിക്കുന്നത്. ഫുള്ള് കീറി പറിക്കുന്നുണ്ടോ? ഇതെല്ലാം അവന്റെ പണിയാട്ടോ. എത്ര അടിപൊളിയിൽ ബീച്ചതാണ് ഇവിടെയുള്ളത്. നോക്കിയേ അവസ്ഥ നോക്കിയേ. അടിച്ച് കഴിച്ചപ്പം വൈകുന്നേരം ഫുഡ് കൊടുക്കാനായി. അപ്പൊ അതിനും കൂടിയില്ല പരാക്രമമാട്ടോ ആള് കാണിക്കുന്നത്. പിന്നെ ആള് കുറച്ച് നല്ല ശീലങ്ങൾ പഠിച്ചു കേട്ടോ. അതായത് നല്ല ശീലങ്ങൾ പഠിച്ചു. എന്താ വെച്ചാല് ഞാൻ കാണിച്ചു തരാം നോക്കൂ. അതായത് ഈ പരിപാടികളൊക്കെ പുറത്ത് ചെയ്യാൻ പഠിച്ചിട്ടോ. ഇതൊക്കെ എന്നെ വൃത്തിയാക്കാണ്ട് എന്റെ ചെങ്ങായി ഇത്ര നാളെ അവത്തായിരുന്നു കേട്ടോ അവന്റെ പരിപാടി വരണം. അതായത് ഈ സൈഡിലായിരുന്നു. ഇപ്പൊ ആള് കുറച്ച് വൃത്തി പഠിച്ചു, അതായത് പുറത്ത് ചെയ്യാൻ പഠിച്ചു. അപ്പൊ ആ കുട്ടിത്തൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും കുറച്ച് മണ്ടങ്ങളി ഉണ്ട്. പിന്നെ ജനിച്ചപ്പോഴേ മണ്ടനായതുകൊണ്ട് ഈ മണ്ടങ്ങളി പോകുമെന്ന് എനിക്കറിയില്ല. അല്ലേ അണ്ണാ? അപ്പൊ നമുക്ക് അണ്ണനെ ഇന്ന് കുറച്ച് സൈലന്റ് പഠിപ്പിക്കണം കേട്ടോ. അതായത് ക്ഷമ പഠിപ്പിക്കണം. അവനിപ്പോ ക്ഷമ കുറച്ച് കുറവാണ്. നോക്കൂ, അവന്റെ ക്ഷമ കുറയുന്നതിന്റെ കളി ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ല തേങ്ങകളൊക്കെ കാടിച്ച് കീറി നാറാണ കഷ്ണാക്കി വെച്ചിട്ട് ഇവിടെ നോക്കിയാ ഫുള്ള് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഹെൽമെറ്റ് കണ്ടോ അവിടെ ഇന്നലെ രാത്രിയൊക്കെ കിട്ടിയ പണിയാടാ. നോക്കൂ, എന്റെ ഹെൽമെറ്റ് ഒക്കെ ഫുള്ള് കടിച്ച് കീറി ഒരു വിധാക്കി വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലുള്ള സ്പോഞ്ചെല്ലാം എടുത്ത് അവൻ തിന്ന് ബാക്കി വെച്ചിട്ടോ. നോക്കിയേ അവസ്ഥ നോക്കിയേ. എന്റെ മോനടെ ഈ ഹെൽമെറ്റ് ഇനി ഒന്നിനും കൊള്ളൂല കേട്ടോ. പക്ഷെ ഇട്ട് നമുക്ക് ഇടാ, അതൊരു കുഴപ്പമില്ല. പക്ഷെ കറക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ സ്പോഞ്ചെല്ലാം അവൻ കടിച്ച് കീറി ഇവിടെ ഒരു വലിയൊരു മാളാക്കി വെച്ചിട്ടുണ്ട്. അവന്റെ പല്ല് കൊണ്ട് തുളച്ച് കയറ്റിയതാ കണ്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് ഇനി പാമ്പ് കയറും കേട്ടോ. പക്ഷെ എന്റെ മോനടാ ഫുള്ള് കിടിലാക്കി വെച്ചിന് കേട്ടോ. അവന് ബോംബ് ഇട്ടെന്ന് പറയാം ഹെൽമെറ്റിന്റെ ഉള്ളിൽ. ഒന്നിനും കൊള്ളൂല ഇനി ഇട അത്ര തന്നെ. അല്ലാണ്ട് ഫിറ്റ് ആയിട്ട് നിൽക്കൂല നമ്മളെ ഹെൽമെറ്റ്. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഓടിക്കാം. പിന്നെ എനിക്ക് പിന്നെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞ ഒരു പേരിനാണ് ഹെൽമെറ്റ്. വല്ല ഇങ്ങനത്തെ ഹെൽമെറ്റ് ബ്രാൻഡ് ഹെൽമെറ്റ് അങ്ങനെയൊന്നും എന്റെ മൈൻഡിലില്ല. ജസ്റ്റ് ഒരു പേരിന് പോലീസ് പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു പേരിനാണ് എനിക്ക് ഹെൽമെറ്റ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ഇവന് ക്ഷമ പഠിപ്പിക്കുന്നതാണ്. ഇവൻ ക്ഷമയില്ല കണ്ടോ. അവിടെ കാലരം കടിക്കുന്നുണ്ടോ. അപ്പൊ ഇവനടെ വലുതാവും തോറും കടീന്റെ പവർ കൂടുകട്ടോ. അപ്പൊ ഇവന് ക്ഷമ പഠിപ്പിക്കണം. ആ ക്ഷമ ഞാൻ കാണിച്ചിട്ടോ. അതായത് ഒരു 10 സെക്കൻഡ് അവനെ സൈലന്റ് ആയിട്ട് ഇരുത്തിക്കാൻ വേണ്ടിട്ടാ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ അവന്റെ ഫുഡ് എടുക്കട്ടെ. അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇവനെ പഠിപ്പിക്കണം കേട്ടോ. എന്നാലേ ഇവൻ വലുതാകുമ്പോ നമ്മളെ കയ്യിൽ പിടിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടൂല കേട്ടോ. അപ്പൊ കാണിച്ചു തരാം. അപ്പൊ നമ്മള് വീട്ടിന്റെ ഉള്ളിൽ കയറി അണ്ണം പുറത്തുണ്ട്. നോക്കൂ, അവന്റെ ഫുഡ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിന് കേട്ടോ. ഓക്കെ നോക്കൂ, അങ്ങനെ അവന്റെ ഫുഡ് ഞാൻ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സ്മെല്ലടിച്ച് അവന് മനസ്സിലായി കേട്ടോ. അതായത് ഫുഡാണ് അവന് മനസ്സിലായി. അവനെ നമുക്കൊന്ന് പുറത്തേക്ക് ഇറക്കാം. പുറത്തേക്ക് അളക്കാം. അവന്റെ ക്ഷമ ഞാൻ തീർത്തു കൊടുക്കാം. നോക്കൂ, അവനെന്നെ എന്നെ വിട്ടിച്ച് പോവൂല കേട്ടോ. ഇനി അവന്റെ തല പോയാൽ അവൻ എന്നെ വിട്ടിച്ച് പോവൂല. അവൻ വരൂട്ടാ. ഞാൻ എവിടെ പോയാലും അവൻ വരൂട്ടാ. നോക്കൂ, ഏത് കാട്ടിന്റെ ഉള്ളിലേക്ക് കൂടി പോയാലും എത്ര സ്പീഡിൽ ഓടിയാലും അവൻ എന്നെ ഓടിപ്പിടിക്കൂട്ടാ. നോക്കൂ, എന്നെ പിന്നാലെ വരുന്നടാ. നോക്കൂ, എന്തേ പിന്നെ ഇവന്റെ മെയിൻ പ്രത്യേകത എന്താ അറിയോ? നമ്മള് ഫുഡ് ഇങ്ങനെ വെക്കുമ്പോണ്ടല്ലോ നാവ് ഇട്ടിച്ച് ഇങ്ങനെ കൊതി കാണിക്കൂട്ടാ. നോക്കിയതാ കണ്ടോ നാവ് ഇട്ടിച്ച് കൊതി കാണിക്കും. ഒന്ന് കൊതി കാണിച്ചേ അണ്ണാ. ഇപ്പൊ കാണിക്കാട്ടാ. നോക്കിക്കോ, അവിടെ ഉറുമ്പ് കടിക്കുന്നുണ്ടോ? ഇവിടെ ഉറുമ്പുണ്ട് കേട്ടോ. അവിടെ ഉറുമ്പുണ്ട് കേട്ടോ. അതാ നാവ് ഇട്ടിച്ച് കൊതി കാണിക്കുന്നുണ്ടോ? ഇപ്പൊ കാണിക്കൂ. സാധനം ഇപ്പൊ കാണിക്കൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ കാണിക്കോട്ടാ. കണ്ടാ അണ്ണാ കൊതി കാണിക്ക്. കൊതി കാണിക്ക്. എന്നാലും എനിക്ക് തരുമോ? കൊതി കാണിച്ചാൽ എനിക്ക് തരുമോ? നാവ് പുറത്തേക്കട് അണ്ണാ. എടാ അത് ഞാൻ പറഞ്ഞിട്ടാണോമോ എല്ലാം കൂടി. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണോമോ. അതാ കാണിച്ച് കൊതി കാണിച്ച്. ഇപ്പൊ നേരത്തെ ഒരു വട്ടം കാണിച്ചിട്ടോ ഒന്നുകൂടി. അത് കാണാൻ നല്ല രസാ. കൊതി കാണിക്ക്.
കൊതി കാണിക്ക്. അണ്ണാ നാവ് പുറത്തിട്, നാവ് പുറത്തിട്, നാവ് പുറത്തിടോ. അത് കാണാൻ നല്ല രസാ. അതന്നെ. ഒരു വട്ടം കൂടി. അതന്നെ. സാധനം കാണാൻ നല്ല രസാട്ടാ. പാവം ഗൈസ്. അപ്പൊ നമുക്ക് അവനെ ക്ഷമ പഠിപ്പിക്കാം. ഇതൊക്കെയായിരുന്നു കേട്ടാ ക്ഷമ പഠിപ്പിക്കുന്നതിന്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഫുഡ് കയ്യിൽ വെച്ചിട്ട് കൊടുക്കാണ്ട് നിൽക്കുക. ഞാൻ കാണിച്ചുതരാം. അപ്പൊ ക്ഷമ പഠിപ്പിക്കുന്ന രീതി ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ആള് ഫുള്ള് ത്രില്ലിംഗ് ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ഭയങ്കര ഉറുമ്പ് കേട്ടോ. ഇവിടെ ഭയങ്കര കടിക്കുന്ന ഉറുമ്പുണ്ട് കേട്ടോ. ഭയങ്കര സീനി. നമുക്ക് കുറച്ച് മുകളിലോട്ടേക്ക് പോവാം. ഭയങ്കര ഉറുമ്പ്. ഇന്നലെ രാത്രിക്ക് ഇറങ്ങിയതാട്ടോ ഉറുമ്പ്. കടിച്ച് നാറാണക്കാലം എടുക്കാം നമ്മുടെ കാല്. നമുക്കൊന്ന് ഇവിടെ നിർത്താട്ടോ. ഇവിടെ സിറ്റ് 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 റാം സിറ്റ് സിറ്റ്. ഇത് ഇറക്കം പോലെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവന് ഇരിക്കാത്ത. കുറച്ച് ഇവിടെ നിർത്താം. നോക്കൂ. റാം സിറ്റ് 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 സിറ്റ്. കൊതി കാണിക്കുന്നുണ്ട്. കൊതി വന്നു. സെറ്റ് സെറ്റ്. കൊതി വന്നു. അവനെ പിടിച്ചാൽ കിട്ടുന്നില്ല. സെറ്റ്. ഇതാ ഞാനെടുത്തു. സെറ്റ് സെറ്റ്. കുറച്ചൊക്കെ പേടിപ്പിക്കണം കേട്ടോ. സെറ്റ് സെറ്റ്. ഇതാട്ടോ ക്ഷമ പഠിപ്പിക്കാൻ പറയുന്നത്. നമ്മൾ അത്യാവശ്യം നമ്മളെ തൊണ്ട പൊട്ടു കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞാൽ മാത്രം കഴിക്കുന്ന രീതി കേട്ടോ. അപ്പൊ ഞാനിപ്പോ പഠിപ്പിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ പേടിപ്പിക്കണോ, എന്നാൽ മാത്രമേ അവ കഴിക്കൂ. അതായത് പറഞ്ഞാൽ കേൾക്കൂ. കഴിച്ചോട്ടാ. പാവടാ കഴിച്ച. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതായത് ഇതാണ് നമ്മുടെ പരിപാടി. ഇതായിരുന്നു നമ്മളെ പരിപാടി. ഞാൻ അത്ര ദിവസം എന്നറിയാം ഈ സാധനത്തിന് വേണ്ടിച്ച് കഷ്ടപ്പെട്ട്. അതായത് ഇങ്ങനെയെങ്കിലും ആവാൻ വേണ്ടിച്ച് കുറെ നാളായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നത്. എങ്ങനെ നടക്കുന്നില്ല. ആൾ ഇങ്ങനെ ചാടി വന്നിട്ട് ഫുഡ് കഴിക്കോ. അങ്ങനെ ഇന്നെങ്കിലും വർക്കൗട്ട് ആയിട്ടോ. ഇന്നലെ രാത്രി തൊട്ട് വർക്കൗട്ട് ആയിരുന്നു. ഞാൻ പിന്നെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ആക്കി എടുത്തതാ. അപ്പൊ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. പുതിയ കുറച്ച് രീതികൾ അവരെ പഠിപ്പിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ടെല്ലാം ഇറങ്ങാൻ പറ്റൂ. എന്നാൽ മാത്രമേ നമ്മൾ പറഞ്ഞ വഴിക്ക് നിൽക്കൂ. കിച്ചപ്പനെ പോലെ ആക്കി എടുക്കണ്ടേ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പരിപാടി നടക്കൂ കേട്ടോ. അതായത് ട്രാവലിംഗ് ആയാലും വേറെ എന്തൊക്കെ ആയാലും കിച്ചപ്പനെ പോലെ ആക്കി എടുത്താൽ മാത്രമേ നമുക്ക് നടക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പിന്നെയും കാണാം. ഓക്കെ ബൈ.